ആലപ്പുഴ ജില്ലയിൽ 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരമുണ്ട്. തീരപ്രദേശങ്ങളിൽ മോണോസൈറ്റ് പോലുള്ള ധാതു നിക്ഷേപങ്ങൾ കരിമണലിൽ അടങ്ങിയിരിക്കുന്നു. എല്ലാ വർഷവും വള്ളംകളിക്ക് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്. തുള്ളൽ ഇവിടെയാണത്രേ ആദ്യമായി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചത്. കായംകുളത്തെ ചരിത്ര പ്രസിദ്ധമായ കൃഷ്ണപുരം കൊട്ടാരം മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണ്. കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് ഈ കൊട്ടാരം. ആലപ്പുഴ ജില്ലയുടെ തീരക്കടലിൽ ചാകര കണ്ടുവരാറുണ്ട്. തിരയടിക്കാതെ കടൽ നിശ്ചലമാകുന്നതും ചെളി അടിഞ്ഞുകൂടുന്നതുമാണ് ചാകരയുടെ മുഖ്യ സവിശേഷത. ഈ സമയത്ത് തീരക്കടലിൽ വൻതോതിൽ മത്സ്യമുണ്ടാകും. ആലപ്പുഴ ജില്ലയിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് തൃക്കുന്നപ്പുഴ, പുറക്കാട്, തുമ്പോളി മുതലായ തീരപ്രദേശങ്ങൾ. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ ടൂറിസ്റ്റ് രംഗത്ത് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കഴിഞ്ഞു. പണ്ടത്തെ കെട്ടുവള്ളങ്ങളാണ് അടുത്ത കാലത്ത് ഹൗസ് ബോട്ടുകളായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീബുദ്ധൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു ശിലാവിഗ്രഹവും അമ്പലപ്പുഴയ്ക്കടുത്ത് കരുമാടിയിലുണ്ട്. സംസ്ഥാനത്തെ പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തെക്കൻ ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. സംസ്ഥാനത്തെ ആദ്യമായി ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഇവിടെയാണ്. വനമില്ലാത്ത ജില്ല, ജലോത്സവങ്ങളുടെ നാട് എന്ന പേരിലും ആലപ്പുഴയെ അറിയപ്പെടുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ കയർ ഗ്രാമമായ വയലാർ ആലപ്പുഴ ജില്ലയിലാണ്. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചതും ആലപ്പുഴ ജില്ലയിൽ തന്നെ. സംസ്ഥാനത്തെ ആദ്യത്തെ ആധുനിക ഫിലിം സ്റ്റുഡിയോ നിലവിൽ വന്ന നാട് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആലപ്പുഴയ്ക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഈ ജില്ലയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ചുവർ ചിത്രത്തിൻ്റെ പേര് ഗജേന്ദ്രമോക്ഷം എന്നാണ്. ചെമ്മീൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും പ്രസിദ്ധി നേടിയ പുറക്കാട് കടപ്പുറം ആലപ്പുഴ ജില്ലയിലാണ്. ചെമ്മീൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയും ഈ ജില്ലക്കാരൻ തന്നെ. അദ്ദേഹത്തിൻ്റെ വസതി സാംസ്കാരിക വകുപ്പ് മ്യൂസിയമായി സംരക്ഷിക്കുന്നു. ജ്ഞാനപീഠ അവാർഡുകൾ ഉൾപ്പെടെ തകഴിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ ഈ മ്യൂസിയത്തിൽ കാണാം. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒന്നാമത്തെ ഗ്രന്ഥശാല ആലപ്പുഴയിലാണ്. സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ളയുടെ സ്മാരകമായ ഈ ഗ്രന്ഥശാല ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാടൻ പാട്ടുകളുടെ കലവറയാണ് ആലപ്പുഴ. കൃഷിപ്പാട്ടുകൾ, വള്ളപ്പാട്ടുകൾ എന്നിങ്ങനെ പലതരം നാടൻ പാട്ടുകൾ കുട്ടനാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിൽ ചക്രം ചവിട്ടിത്തിരിച്ചാണ് പണ്ട് വെള്ളം വറ്റിച്ചിരുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുടെ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. കായംകുളം, മങ്കൊമ്പ് എന്നിവിടങ്ങളിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. കായംകുളത്തെ തെങ്ങ് ഗവേഷണ കേന്ദ്രവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.